സാർ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നേതൃഗുണം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുമോ, അതോ നമ്മുടെ ഉള്ള സാധനം നമ്മൾ കണ്ടെത്തുകയാണോ വേണ്ടത്? അസത്യം, ഞാൻ അത് ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാവരിലും ഒരു നേതാവുണ്ട്. എല്ലാവരിലും, അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഒരു നേതൃ വൈഭവമുണ്ട്, നേതൃ സവിശേഷമായ ഗുണഘടങ്ങളുണ്ട്. അത് കുട്ടികൾ തന്നെ അവരുടെ വളരുന്നതിനനുസരിച്ച് അവർ ഒബ്സർവ് ചെയ്യുക. അത് ഞാൻ ഒബ്സർവേഷനും പറഞ്ഞത്. ഞാൻ എറണാകുളത്ത് നിന്നൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോഴേക്കും ഇങ്ങനെ ബോർഡിൽ വായിച്ചു പോകും. അപ്പോഴേക്കും ഒരിക്കൽ നോക്കിയപ്പോഴേക്കും ഒരു വാക്ക് കണ്ടു. പക്ഷേ എനിക്കത് ഒറ്റ ബോർഡിൽ ഒറ്റ യാത്രയിൽ ഇങ്ങനെ വായിക്കാൻ പറ്റിയില്ല. വലിയ വാക്കാണ്, കുറേ അക്ഷരങ്ങൾ കൂടുതലുണ്ട്. നമ്മുടെ ശശി തരൂരിൻ്റെ വാക്കുകൾ പോലെ അത്രയും നീണ്ട വാക്കാണ്. ഒരുപാട് ആൽഫബറ്റ്സ് അതിനകത്തുണ്ട്. പിന്നെ കുറച്ച് 2-3 ബോർഡുകൾ ആവർത്തിച്ച് കണ്ടെത്തിയപ്പോഴേക്കും ആദ്യം 5 വാക്ക് ഇവർ വായിച്ചു വെച്ചു. ബാക്കിയുള്ളത് അങ്ങനെയാണ് മനസ്സിലായത്. ക്വിൻറ്റെസെൻഷ്യൽ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ആദ്യമേ വായിച്ചു. ക്വിൻറ്റെസെൻഷ്യലി ബ്യൂട്ടിഫുൾ. ഇപ്പൊ ക്വിൻറ്റെസെൻഷ്യലി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ അന്നത്തെ പോലെ മൊബൈലൊന്നും വന്നില്ല. വീട്ടിലൊന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് അസാധാരണമായ സൗന്ദര്യം ആണ് അന്നത്തെ പാർത്താസിൽ കിട്ടിയിരുന്ന സാരികൾ. അന്നത്തെ പാർത്താസിന്റെ പരസ്യമാണ് ക്വിൻറ്റെസെൻഷ്യലി ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതാണ് ഒബ്സർവേഷൻ എന്ന്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരുപാട്, ഇന്നിപ്പോ ഞങ്ങൾ യാത്ര ചെയ്ത് വരികയാണ് വഴി നീളെ യഥാർത്ഥത്തില് വലിയ ക്യാപ്ഷൻസ് ആണ്. പണ്ട് എല്ലാം ശരിയാക്കാം എന്ന് പറയുന്നൊരു പുതിയ പേര് ഞാൻ എല്ലാം പറയുന്നില്ല. രാഷ്ട്രീയക്കാരുടെ ഒരുപാട് ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ വല്ലാതെ, നമ്മുടെ ബ്രെയിനിനെ വല്ലാതെ കടമെടുക്കുകയാണ് അവര്. അത് വളരെ വല്ലാതെ സ്വാധീനിക്കപ്പെടും. അങ്ങനെയുള്ള ക്യാപ്ഷൻസ് നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ തന്നെ സ്കൂളിന്റെ പരസ്യം തുടക്കത്തിൽ ദ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ് ക്രേവ് ഫോർ ബെറ്റർ സ്കൂളിംഗ് എന്നായിരുന്നു. ക്രേവ് ഫോർ ബെറ്റർ സ്കൂളിംഗ്, കൊതിക്കുക എന്ന് പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ഭക്ഷണം കിട്ടിയാൽ കൊതിയോടുകൂടി ആ കട അന്വേഷിച്ച് വീണ്ടും പോകും, റേറ്റിംഗ് ഉള്ള ഹോട്ടലിൽ പോകും. അതേപോലെയാണ് ദ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ് ക്രേവ് ഫോർ ബെറ്റർ സ്കൂളിംഗിലേക്ക് അവർ ഓടിയെത്തുന്നത് ജ്യോതിസിലേക്കാണ്. അപ്പോൾ ജ്യോതിസിൽ പഠിക്കുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും സ്വന്തം മക്കളെ പഠിപ്പിക്കുക എന്നതിന് വേണ്ടി കൊതിക്കുന്നൊരു സ്കൂളാണ് ജ്യോതിസിന്റെ സ്കൂൾ.